ഹമലത്തു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അവന്റെ ഉമ്മ അവനെ വേദനയ്ക്ക് മേൽ വേദന സഹിച്ചിട്ടാണ്, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവർ, പറയുന്നത് ആരാണെന്നറിയുമോ? ആ ഗർഭം ചുമക്കൽ എന്ന ഉത്തരവാദിത്വം നമ്മുടെ ഉമ്മാനെ ഏൽപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവാണ് പറയുന്നത്. ആ ഉമ്മ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ രക്ഷിതാവിന് കൃത്യമായിട്ടറിയാം, റബ്ബിന് കൃത്യമായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഭർത്താവ് കാണുന്നതിനേക്കാൾ, മാതാപിതാക്കളെ കാണുന്നതിനേക്കാൾ, സഹോദരന്മാരെ കാണുന്നതിനേക്കാൾ ഊണിനും ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലുമെല്ലാം ഗർഭിണിയായ ഒരു പെണ്ണനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ വേദനകൾ കൃത്യമായി ഓരോ നിമിഷവും അവളെ കുറിച്ച് അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവാണ് അവളുടെ മക്കളോട് പറയുന്നത്. നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചത്, ഗർഭം ചുമന്നത് ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഛർദിയാണ്, അതോടൊപ്പം തന്നെ വയറുവേദനയാണ്, നെഞ്ചരിച്ചിലാണ്, നടുവേദനയാണ്, ഉറക്കമില്ലാത്ത ദിവസങ്ങൾ സ്ഥിരമായി ജീവിതത്തിൽ ഒരു പതിവായി മാറുകയാണ്. എങ്ങാനും ഈ ഗർഭം ചുമക്കലിന്റെ അവസാന നാളുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോ അസഹനീയമായ വേദന അനുഭവിക്കുന്ന മാതാക്കളുള്ളതായി നമുക്കറിയാം. ഇക്കണ്ട വേദനകളും പ്രയാസങ്ങളും മുഴുവൻ അനുഭവിക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഓരോ ആഴ്ചയും കഴിയുമ്പോ കുട്ടി ഇങ്ങനെ വളരുന്ന സമയത്ത് ആ മാതാവിന്റെ ശ്വാസകോശം, ആ മാതാവിന്റെ ബ്ലാഡർ, ആ മാതാവിന്റെ വയറ് ഇതിങ്ങനെ തിങ്ങാൻ തുടങ്ങുകയാണ്. കുട്ടിയുടെ വളർച്ചയനുസരിച്ച് വേദന വർദ്ധിക്കുകയാണ്, പ്രയാസം വർദ്ധിക്കുകയാണ്, ക്ലേശം വർദ്ധിക്കുകയാണ്. ആ ഉമ്മയുടെ എല്ലിൽ നിന്നാണ് കുട്ടി കാൽസ്യം സ്വീകരിക്കുന്നത്, ആ ഉമ്മയുടെ രക്തത്തിൽ നിന്നാണ് കുട്ടി അയൺ സ്വീകരിക്കുന്നത്, ആ ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെയാണ് ബാക്കിയുള്ള പോഷകങ്ങൾ മുഴുവനും സ്വീകരിക്കുന്നത്. ഈ കുട്ടിയെ ഗർഭം ചുമന്ന് പ്രസവിക്കുന്നതിന്റെ ഇടയിൽ എല്ലിന്റെ ശക്തി നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ HB ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുകയാണ്. ശരീരത്തിന്റെ ആ ഒരു വടിവും സൗന്ദര്യവുമെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്നിട്ട് 2 വർഷക്കാലത്തെ മുലയൂട്ടലുണ്ടല്ലോ, അത് അതിനേക്കാൾ വലിയ പ്രയാസമാണ്. മുലയൂട്ടുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് പല്ല് കിളിർത്തു വരാൻ തുടങ്ങിയാൽ ആ പല്ല് കിളിർത്തു വരുന്നതിന്റെ അസ്വസ്ഥത ഈ മക്കൾ ഏറ്റവും കൂടുതൽ തീർക്കുന്നത് ഈ മാതാവിന്റെ മുലക്കണ്ണിലാണ്. ഈ മാതാവിന്റെ മുലക്കണ്ണ് കടിച്ചു പൊട്ടിച്ച് വീണ്ടും ഈ കുട്ടി വിശന്ന് കരയുമ്പോ ആ മുറിഞ്ഞ് ചോര വരുന്ന മുലക്കണ്ണിലേക്ക് ഒരു മടിയുമില്ലാതെ ചേർത്ത് വെക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പടപ്പിന് സാധിക്കുമെങ്കിൽ അത് മാതാവ് മാത്രമാണ്, അത് ഉമ്മ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അവനെ വേദനയ്ക്ക് മേൽ വേദന സഹിച്ചുകൊണ്ട്, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചില്ലേ, എന്നിട്ട് അതിലും വലിയ പ്രയാസം സഹിച്ചുകൊണ്ട് അവന്റെ ഉമ്മ അവനെ മുലയൂട്ടിയില്ലേ. അതുകൊണ്ട് ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ് അള്ളാഹുവിന്റെ വസിയത്ത് പ്രിയപ്പെട്ടവരെ.